കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് കൺസെപ്റ്റാണ്, അതായത് കാർഡിയാക് സൈക്കിൾ. നമ്മൾ ഈ കാർഡിയാക് സൈക്കിൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മുടെ ഹാർട്ടിൻ്റെ പല ടോപ്പിക്സും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കാർഡിയാക് സൈക്കിൾ, അത് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റിൽ നടക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ഈവൻസ് ആണ്, സീക്വൻസ് ഓഫ് കോർഡിനേറ്റഡ് ഈവൻസിനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് സൈക്കിൾ. നമ്മുടെ ഹാർട്ടിൽ നടക്കുന്ന, അതായത് ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സമയത്ത് നമ്മുടെ ഹാർട്ടിൽ നടക്കുന്ന ഒരു സീക്വൻസ് ഓഫ് കോർഡിനേറ്റഡ് ഈവൻസ് ആണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് പ്രോസസ്സ് ഇൻവോൾവ് ആണ്, സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രാക്ഷൻ പാർട്ട് ഓഫ് കാർഡിയാക് സൈക്കിൾ, അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോൾ. അല്ലെങ്കിൽ പമ്പിംഗ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോള്. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്. അതായത് ഫില്ലിംഗ് സമയത്ത്, അതായത് ബ്ലഡ് ഫില്ല് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റോൾ. അപ്പോൾ രണ്ട് പ്രോസസ്സാണ് കാർഡിയാക് സൈക്കിളിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്: സിസ്റ്റോൾ ഓർ ദ കൺട്രാക്ഷൻ ഫേസ്, ഡയസ്റ്റോൾ ഓർ ദ റിലാക്സേഷൻ ഫേസ്. ഇനി നമ്മുടെ ഹാർട്ട് നോർമലി ഒരു മിനിറ്റിൽ 72 ടൈംസ് ആണ് ബീറ്റ് ചെയ്യുന്നത്. ഹാർട്ട് ഒരു മിനിറ്റിൽ 72 ടൈംസ് ആണ് ബീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സിസ്റ്റോൾ എന്ന് പറയുന്നത് കൺട്രാക്ഷൻ ഫേസ് ആണ്, ഡയസ്റ്റോൾ എന്ന് പറയുന്നത് റിലാക്സേഷൻ ഫേസ് ആണ്. ഒരു മിനിറ്റിലുള്ള നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ 72 ടൈംസ് ആണ്. അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ കാർഡിയാക് സൈക്കിളിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് ഇവിടെ റീവൈൻഡ് ചെയ്യാൻ പോകുന്നത്. കാരണം അത് ബേസിക്കായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കാർഡിയാക് സൈക്കിൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വാൽവ്സിനെ പറ്റി ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്കറിയാം, റൈറ്റ് ഏട്രിയയിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ്. അതിൻ്റെ ഇടയിൽ കാണുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അവിടെ കാണുന്ന വാൽവാണ് സെമി ലൂണാർ വാൽവ്. സെമി ലൂണാർ വാൽവിൽ പൾമണറി വാൽവാണ് അവിടെ കാണുന്നത്. ഇനി സിമിലർലി ലെഫ്റ്റ് ഏട്രിയയിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഒരു വാൽവാണ് ബൈകസ്പിഡ് വാൽവ് ഓർ ദ മിട്രൽ വാൽവ്. ബിക്കോസ് അതിന് രണ്ട് കസ്പാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ബൈകസ്പിഡ് എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലഡ് വെസലായിട്ടുള്ള അയോട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ അയോട്ടിക് വാൽവും കാണുന്നുണ്ട്. അയോട്ടിക് വാൽവും പൾമണറി വാൽവും എന്ന് പറയുന്നത് സെമി ലൂണാർ വാൽവാണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസെൻട്രിക് ഷേപ്പാണ്. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സസിൽ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്, ഹാർട്ടിൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഡബിൾ സർക്കുലേഷനാണ്. അതായത് അതിൻ്റെ അകത്ത് ഒരു സിസ്റ്റമിക് സർക്കുലേഷൻ പാർട്ടും വരുന്നുണ്ട്, പൾമണറി സർക്കുലേഷൻ പാർട്ടും വരുന്നുണ്ട്. അങ്ങനെ രണ്ട് സർക്കുലേഷൻസ് ഉൾപ്പെടുന്ന ഡബിൾ സർക്കുലേഷൻ പാറ്റേൺ ആണ് നമ്മുടെ ഹാർട്ടിന് കാണുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ബേസിക്കായിട്ട് മനസ്സിലാക്കുക, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് വെയിൻസും ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണെന്നും ഓർക്കുക. അപ്പോൾ ഹാർട്ടിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് വെയിൻസും ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുപോകുന്നത് ആർട്ടറി ആണെന്നും ഓർക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ ഡബിൾ സർക്കുലേഷൻ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവയാണ്. സുപ്പീരിയർ വീന കാവ എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു. ഇൻഫീരിയർ വീന കാവ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ കളക്ട് ചെയ്ത ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുപോകുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്കാണ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് പാസ് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ്. ഇടയിൽ കാണുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അവിടെ നിന്ന്, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ പൾമണറി സർക്കുലേഷനിലേക്കാണ് നെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അവിടെ പൾമണറി വാൽവ് കാണുന്നുണ്ട്. പൾമണറി ആർട്ടറി വഴി നമ്മുടെ ലങ്സിലേക്ക് എൻ്റർ ചെയ്യുകയും അവിടെ ഓക്സിജനേഷൻ പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നു. ഓക്സിജനേഷൻ പ്രോസസ്സിന് ശേഷം ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമണറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു.
ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുമ്പോൾ അവിടെ ഇടയിൽ കാണുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ് ഓർ ദ മിട്രൽ വാൽവ്. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പ്രധാനപ്പെട്ട ബ്ലഡ് സപ്ലൈ ആയിട്ടുള്ള അയോട്ടയിലേക്കാണ് ബ്ലഡ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണുന്ന വാൽവാണ് അയോട്ടിക് വാൽവ്. ഇനി അയോട്ട വഴി നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും പ്യുവർ ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സിമിലർലി എഗെയിൻ ഇംപ്യുവർ ബ്ലഡ് ആകുമ്പോൾ വീന കാവ വന്ന് കളക്ട് ചെയ്തു പോകുന്നു. എഗെയിൻ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കയറാം. നമുക്ക് ഓൾറെഡി പറഞ്ഞായിരുന്നു സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ചേരുന്നതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈക്കിളിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഏട്രിയൽ സിസ്റ്റോളിൻ്റെ ഡ്യൂറേഷൻ, അതാണ് 0.1 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. ഇനി വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.3 സെക്കൻഡ്സ് ആണ്. അതാണ് നമുക്ക് റെഡ് കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ ഡ്യൂറേഷൻ 0.7 സെക്കൻഡ്സും വെൻട്രിക്കുലാർ ഡയസ്റ്റോളിൻ്റെ ഡ്യൂറേഷൻ 0.5 സെക്കൻഡ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഏട്രിയൽ സിസ്റ്റോൾ 0.1 സെക്കൻഡ്സ്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ 0.3 സെക്കൻഡ്സ്, ഏട്രിയൽ ഡയസ്റ്റോൾ 0.7 സെക്കൻഡ്സ് ആൻഡ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ 0.5 സെക്കൻഡ്സ്. ഇനി ഈവൻസ് ഓഫ് എ കാർഡിയാക് സൈക്കിൾ. നമുക്ക് ബ്രോഡ്ലി എത്ര ഈവൻസ് ആണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. 6 ഈവൻസ് ആണ് നമ്മൾ കാർഡിയാക് സൈക്കിളിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതാണ് ഏട്രിയൽ സിസ്റ്റോൾ, ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ, ഇജക്ഷൻ ഫേസ്, പ്രോട്ടോഡയസ്റ്റോളിക് ഫേസ്, ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ ഫേസ് ആൻഡ് ഫില്ലിംഗ് ഫേസ്. അപ്പോൾ ഇങ്ങനെ 6 ഫേസസ് ആണ് അല്ലെങ്കിൽ 6 ഈവൻസ് ആണ് കാർഡിയാക് സൈക്കിളിൽ പറയുന്നത്. ഏട്രിയൽ സിസ്റ്റോൾ, ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ, ഇജക്ഷൻ ഫേസ്, പ്രോട്ടോഡയസ്റ്റോളിക് ഫേസ്, ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ ഫേസ് ആൻഡ് ഫില്ലിംഗ് ഫേസ്. ഇനി ഈ ഓരോ ഫേസസിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഏട്രിയൽ സിസ്റ്റോൾ. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിയാക് സൈക്കിളിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ AV വാൽവുകൾ, അതായത് ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് ഓപ്പൺ ആയിരിക്കും, പക്ഷേ സെമിലൂണർ വാൽവ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നോക്കേണ്ട പോർഷൻ എന്ന് പറഞ്ഞാൽ ഏട്രിയൽ കൺട്രാക്ഷനാണ് ഇവിടെ ബിഗിൻ ചെയ്യുന്നത്. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റോൾ എന്താണ്? കൺട്രാക്ഷൻ. അപ്പോൾ ഏട്രിയൽ കൺട്രാക്ഷൻ നടക്കുന്ന ഫേസാണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക, സുപ്പീരിയർ വീന കേവയും ഇൻഫീരിയർ വീന കേവയും വഴി ഇംപ്യൂർ ബ്ലഡ് വന്ന് റൈറ്റ് ഏട്രിയത്തിൽ കളക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഓർക്ക് റൈറ്റ് ഏട്രിയത്തിൽ വന്നിട്ടാണ് ഇംപ്യൂർ ബ്ലഡ് വന്ന് കളക്റ്റ് ആവുന്നത്. ഇനി ഇൻ്റർ ഏട്രിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഏട്രിയയുടെ ഉള്ളിൽ ബ്ലഡ് വന്ന് നിറയുമ്പോൾ ഏട്രിയ ഒരു ബലൂൺ പോലെ എക്സ്പാൻഡ് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ഇൻട്രാ ഏട്രിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം, പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഹൈ പ്രഷറും ലോ പ്രഷറും റീജിയൻസ് ആയിട്ട് ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഉള്ളൊരു ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, അതായത് പാസേജ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലഡിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അതായത് ഇൻട്രാ ഏട്രിയൽ പ്രഷർ വളരെ കൂടുതലായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഏട്രിയയിൽ നിന്ന്, അതായത് ഹൈ പ്രഷറിൽ നിൽക്കുന്ന ഏട്രിയയിൽ നിന്ന് ലോ പ്രഷർ റീജിയൻ ആയിട്ടുള്ള വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു ത്രൂ ദ AV വാൽവ് വഴി വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഇനി അപ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് ആ പ്രോസസ്സ് നടക്കുന്നത്? വെൻട്രിക്കിളിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഫില്ല് ചെയ്ത് ഗ്രാജുവലി ഇൻട്രാ വെൻട്രിക്കുലാർ പ്രഷർ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു പോർഷനിൽ, ഈ ഒരു പാർട്ടിൽ നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ കംപ്ലീറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഏട്രിയയുടെ കൺട്രാക്ഷൻ ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇനി ഇൻട്രാ ഏട്രിയൽ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇനി ഏട്രിയ പതുക്കെ റിലാക്സ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഏട്രിയൽ ഡയസ്റ്റോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു.
At this time, the ventricular volume reaches its maximum called end diastolic volume. അതായത് ഈ സമയത്ത് നമ്മുടെ വെൻട്രിക്കിൾ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫില്ല് ചെയ്ത് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ അത് ഫില്ല് ചെയ്യുന്നു. ഈ സമയത്തുണ്ടാകുന്ന അതിൻ്റെ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. ഡയസ്റ്റോളിക് മീൻസ് ഫില്ലിംഗ് ഫേസ് ആണ്. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ എൻഡിലുണ്ടാകുന്ന മാക്സിമം വോളിയത്തിൽ അത് എത്തുന്നു. അതുകൊണ്ടാണ് അതിനെ എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വെൻട്രിക്കുലർ വോളിയം അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇനി ബ്ലഡ് ബാക്ക്വേർഡായിട്ട്, അതായത് ബ്ലഡ് റിവേഴ്സായിട്ട് ഫ്ലോ ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ AV വാൽവുകൾ, അതായത് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് അവിടെ ക്ലോസ് ആകുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഏട്രിയൽ സിസ്റ്റോളിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി സെക്കൻഡ് ഫേസ് ആണ് ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ ഫേസ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 0.05 സെക്കൻഡ്സ് ആണ് വരുന്നത്. അതായത് നമ്മുടെ വെൻട്രിക്കിൾസ് ഇപ്പം ബ്ലഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, വെൻട്രിക്കിൾ ഒരു ബലൂൺ പോലെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും വാൽവ് കാണുന്നുണ്ട്. അതായത് AV വാൽവുകൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏട്രിയമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള AV വാൽവും ഉണ്ട്. അതേപോലെ തന്നെ സെമി ലൂണാർ വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾമണറി സർക്കുലേഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് കാണുന്ന വാൽവാണ് സെമി ലൂണാർ വാൽവ്. ഈ സമയത്ത് AV വാൽവും സെമി ലൂണാർ വാൽവും ക്ലോസ്ഡ് ആണ്. വെൻട്രിക്കിൾ നിറച്ച് ബ്ലഡ് ഉണ്ട്. വെൻട്രിക്കിൾ ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വെൻട്രിക്കിൾസ് ഒരു ക്ലോസ്ഡ് ചേംബറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം രണ്ട് സൈഡിലെ വാൽവ്സും ക്ലോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ കൂടുതലായിട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് കാണുന്നത് ദാൻ ദ ഗ്രേറ്റർ വെസൽസ്. അതായത് നമുക്കറിയാം ഗ്രേറ്റ് വെസൽസ് ആയിട്ടുള്ള പൾമണറി ആർട്ടറി ആൻഡ് അയോട്ടയിലേക്കാണ് ഇനി ബ്ലഡ് ഫ്ലോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിനെ മാത്രം വെച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ട് വെൻട്രിക്കിൾസിനും ബാധകമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ മാക്സിമത്തിൽ നിൽക്കുന്നു ദാൻ ദ ഗ്രേറ്റർ വെസൽസ്. ഗ്രേറ്റർ വെസൽസ് ഏതൊക്കെയാണ്? പൾമണറി ആർട്ടറിയും അയോട്ടയും. അപ്പോൾ നമുക്കറിയാം മാക്സിമം പ്രഷറിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. അതായത് ഹൈ പ്രഷർ ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ ആണ്. അവിടെ നിന്ന് ലോ പ്രഷർ റീജിയൻസ് ആയിട്ടുള്ള പൾമണറി ആർട്ടറി ആൻഡ് അയോട്ടയിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഈ സമയത്ത് സെമി ലൂണാർ വാൽവ് ആ പ്രഷർ താങ്ങാൻ വയ്യാതെ സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആകുന്നു. അങ്ങനെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇജക്ഷൻ ഓഫ് ദ ബ്ലഡ് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഇജക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഇജക്ഷൻ ഫേസ്. അപ്പോൾ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ ഫേസ് ആണ്. ഇജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസിൽ നിറഞ്ഞു നിൽക്കുന്ന ബ്ലഡ് സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആയിട്ട് അതുവഴി ഗ്രേറ്റർ വെസൽസിലേക്ക് ഇജക്റ്റ് ചെയ്യുന്ന സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഇജക്ഷൻ ഫേസ്. നമുക്കറിയാം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇജക്ഷനിൽ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് ഇജക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഫേസസ് ഓഫ് ഇജക്ഷൻ ഉണ്ട്. അതാണ് റാപ്പിഡ് ഇജക്ഷൻ ഫേസ് ആൻഡ് സ്ലോ ഇജക്ഷൻ ഫേസ്. റാപ്പിഡ് ഇജക്ഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലുണ്ടാകുന്ന ഇജക്ഷൻ ആണ്. അതായത് വാൽവ് സഡനായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ബ്ലഡ് ഫ്ലോ, അതാണ് റാപ്പിഡ് ഇജക്ഷൻ ഫേസ്. അത് ലാസ്റ്റ് ചെയ്യുന്നത് 0.10 സെക്കൻഡ്സ്. അതിനുശേഷം വരുന്നതാണ് സ്ലോ ഇജക്ഷൻ ഫേസ് അല്ലെങ്കിൽ ലോ പ്രഷർ ഇജക്ഷൻ. അത് 0.15 സെക്കൻഡ്സ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വെൻട്രിക്കുലർ സിസ്റ്റോൾ ഇവിടെ കംപ്ലീറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രാക്ഷൻ. വെൻട്രിക്കിൾസ് മാക്സിമം കൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെ എല്ലാം ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു. അതായത് ഗ്രേറ്റ് വെസൽസിലേക്ക് വിടുന്നു. അതാണ് ഇജക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. വെൻട്രിക്കുലർ സിസ്റ്റോൾ ഇവിടെ കംപ്ലീറ്റഡ് ആവുന്നു. അടുത്ത ഫേസാണ് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 0.04 സെക്കൻഡ്സ് ആണ്. അപ്പോൾ പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൻട്രിക്കുലർ ഡയസ്റ്റോളിൻ്റെ ബിഗിനിങ് ഫേസ് ആണ്. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സേഷൻ ഫേസ് അല്ലെങ്കിൽ ഫില്ലിംഗ് ഫേസ്. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് ആണ്. ഇപ്പോൾ നമ്മുടെ വെൻട്രിക്കിൾസ് എംപ്റ്റി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ സെമി ലൂണാർ വാൽവ്, ഇപ്പോൾ വെൻട്രിക്കിൾസിലുള്ള ബ്ലഡ്
ഗ്രേറ്റ് വെസൽസിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെമി ലൂണാർ വാൽവ് അവിടെ ക്ലോസ് ആവുന്നു ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ദ ബ്ലഡ്. അപ്പോൾ സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ഹാർഡ് സൗണ്ട് അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്ലോഷർ ഓഫ് ദ സെമി ലൂണാർ വാൽവ്സ് കോസസ് സെക്കൻഡ് ഹാർഡ് സൗണ്ട്. അപ്പോൾ മാക്സിമം ബ്ലഡിനെ പുറത്തേക്ക് റിലീസ് ചെയ്തതിന് ശേഷം എ സ്മോൾ വോളിയം ഓഫ് ദ ബ്ലഡ് വെൻട്രിക്കിൾസിൻ്റെ ഉള്ളിൽ റിമൈൻ ചെയ്യുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം. അതായത് വെൻട്രിക്കിൾസ് മാക്സിമം സിസ്റ്റോൾ ചെയ്തിട്ട്, അതായത് കൺട്രാക്റ്റ് ചെയ്തതിന് ശേഷവും അതിൻ്റെ എൻഡിലും വെൻട്രിക്കിൾസിൻ്റെ ഉള്ളിൽ റിമെയിൻ ചെയ്യുന്ന ആ ഒരു സ്മോൾ വോളിയം ഓഫ് ദ ബ്ലഡ്, അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം. അപ്പോൾ അത് കാണപ്പെടുന്നത് എൻഡ് ഓഫ് പ്രോട്ടോ ഡയസ്റ്റോളിലാണ്. ഈ പറഞ്ഞ പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസിലാണ് നമുക്ക് ആ ഒരു സ്മോൾ വോളിയം ഓഫ് ബ്ലഡിനെ അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്ന ഫേസാണ് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ്. അപ്പോൾ വെൻട്രിക്കിളിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു, സെമി ലൂണാർ വാൽവ് ഇവിടെ ക്ലോസ് ആവുന്നു, സെക്കൻഡ് ഹാർഡ് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇനി ഒരു സ്മോൾ വോളിയം ഓഫ് ദ ബ്ലഡ് അവിടെ റിമെയിൻ ചെയ്യുന്നു ആഫ്റ്റർ ദ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐസോ വോളിയോമെട്രിക് റിലാക്സേഷൻ ഫേസ് ആണ്. അത് 0.06 സെക്കൻഡ്സ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അതായത് റിലാക്സേഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ വോളിയം. അതായത് വെൻട്രിക്കിൾസിന് യാതൊരു വിധമായിട്ടുള്ള ചേഞ്ച് ഇൻ വോളിയം ഇല്ലാതെ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എംപ്റ്റി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ രണ്ട് സൈഡിലും വാൽവ്സ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അതായത് സെമി ലൂണാർ വാൽവും AV വാൽവുകളും ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ വെൻട്രിക്കിൾസ് ഒരു ക്ലോസ്ഡ് ചേംബറായിട്ട് തന്നെ ഇരിക്കുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ എംപ്റ്റി ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെ ഫോളോ ചെയ്തുകൊണ്ട് രണ്ട് AV വാൽവുകൾ ഓപ്പൺ ആവുന്നു. കാരണം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഏട്രിയയിൽ ബ്ലഡ് വന്ന് ഓൾറെഡി നിറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഹൈ പ്രഷറായിട്ടിരിക്കുന്നു, വെൻട്രിക്കിൾസ് ഇപ്പം ലോ പ്രഷറിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ AV വാൽവുകൾ ഓപ്പൺ ചെയ്യുകയും അടുത്ത ഫേസിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു, അതായത് ഫില്ലിംഗ് ഫേസ്. ഫില്ലിംഗ് ഫേസിൽ തന്നെ രണ്ട് ഫേസസ് ഉണ്ട്, റാപ്പിഡ് ഫില്ലിംഗ് ഫേസ് ആൻഡ് സ്ലോ ഫില്ലിംഗ് ഫേസ്. അതായത് നമുക്കറിയാം വാൽവ് സഡനായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഫോഴ്സ്ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന ഫേസാണ് റാപ്പിഡ് ഫില്ലിംഗ് ഫേസ്. അതിനുശേഷം സ്ലോലി വരുന്നതാണ് സ്ലോ ഫില്ലിംഗ് ഫേസ്. അപ്പോൾ ഇതിന് ശേഷം നെക്സ്റ്റ് ഏട്രിയൽ സിസ്റ്റോൾ ആൻഡ് നെക്സ്റ്റ് കാർഡിയാക് സൈക്കിൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള 6 ഫേസസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ കാർഡിയാക് സൈക്കിൾ.